കേരളീയ പൊതുസമൂഹത്തിന്റെ മനസ്സിൽ 51 വെട്ടിന്റെ മുറിപ്പാടുമായി ടി.പി. ചന്ദ്രശേഖരൻ ഓർമ്മയായിട്ട് ഇന്ന് 13 വർഷം. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ടി.പിയുടെ ചോരക്കറ കഴുകിക്കളയാൻ ഇന്നും CPM-നായിട്ടില്ല. ഒരു വ്യാഴവട്ടം പിന്നിടുമ്പോഴും ഗൂഢാലോചന പുറത്തു വന്നിട്ടുമില്ല. ഉഞ്ചിയത്ത് ടി.പിയുടെ വീട്ടിൽ അനുസ്മരണ പരിപാടികൾ നടന്നു. ചില മനുഷ്യർ അങ്ങനെയാണ്. മരണത്തിന് ശേഷവും പൊതുസമൂഹത്തിന്റെ ജൈവികതയിൽ തഴച്ചങ്ങനെ വളരും. ടി.പി. ചന്ദ്രശേഖരൻ അവരിൽ ഒരാളാണ്. 2012 മെയ് 4 നിരവധി സമര പോരാട്ടങ്ങളുടെ ചുടുനീളമൊഴുകിയ ഉഞ്ചയം വീണ്ടും ചുവന്നു. രാഷ്ട്രീയ വൈരത്തിന്റെ വിഷം പുരട്ടിയ വാളുകളുമായി കൊലയാളി സംഘം ടി.പിയെ വെട്ടിവീഴ്ത്തി. CPM-ലെ പ്രത്യയശാസ്ത്ര വ്യതിചലനത്തിനെതിരെ റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി രൂപീകരിച്ച് ആശയപരമായി ചങ്കുറപ്പോടെ നിന്നതിനായിരുന്നു ആ മരണശിക്ഷ. ക്രൂരമായ അരുംകൊലയിൽ കേരളീയ സമൂഹം ഒന്നടങ്കം ഞെട്ടി. കൊലസംഘത്തിന്റെ വേരുകൾ ചെന്നെത്തി നിന്നതാകട്ടെ അറിയപ്പെടുന്ന CPM നേതാക്കളിലും. കൊലയാളി സംഘങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ഹൈക്കോടതി വിധിച്ച ഇരട്ട ജീവപര്യന്തം പൊതു തെരഞ്ഞെടുപ്പിൽ ടി.പി. വിഷയം വീണ്ടും ചർച്ചയാക്കി. കോടതി വിധി വന്നതാകട്ടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള CPM പട്ടിക പുറത്തിറക്കിയ അതേ ദിവസം തന്നെയും. മരണത്തിന് ശേഷവും ടി.പി. ചന്ദ്രശേഖരൻ എത്ര കരുത്തനാണെന്ന് കാലം CPM-നെ ബോധ്യപ്പെടുത്തി. പൊന്നാപുരം കോട്ടയായി കരുതിപ്പോന്നിരുന്ന വടകരയിൽ പാർട്ടി പിന്നെ പച്ചുതൊട്ടില്ല. ടി.പി. വധത്തിന് ശേഷം നടന്ന നിരവധി തെരഞ്ഞെടുപ്പുകളിൽ ഇതിന് പ്രഹരമേറ്റു. RMPയുടെ രൂപീകരണ ശേഷം കൈവിട്ട വടകര മണ്ഡലം തിരികെ പിടിക്കാൻ CPM ഇറക്കിയ KK ശൈലജയ്ക്ക് നേരിടേണ്ടി വരുന്നതും ടി.പിയുടെ രാഷ്ട്രീയമുയർത്തിയ വെല്ലുവിളി തന്നെയാണ്. അതേസമയം വിചാരണ കോടതി വിട്ടയച്ച ജ്യോതി ബാബുവിനെയും കൃഷ്ണനെയും കുറ്റക്കാരെന്ന് കണ്ടെത്തി ഹൈക്കോടതി ശിക്ഷ വിധിച്ചത് ടി.പി. വധ ഗൂഢാലോചനയെക്കുറിച്ച് കൂടുതൽ അന്വേഷണം വേണമെന്ന ആവശ്യത്തിന് ശക്തി പകർന്നിട്ടുണ്ട്. ഗൂഢാലോചന കണ്ടെത്താൻ CBI അന്വേഷണം വേണമെന്ന ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. ഇനിയിപ്പോൾ കലണ്ടർ താളുകൾ എത്ര പറഞ്ഞാലും ടി.പി. ചന്ദ്രശേഖരന്റെ ചുടുചോരയിൽ പുള്ളിയടർന്ന് CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മുഖം മിനുക്കിയെടുക്കാൻ കാലമൊരുക്കുന്ന മറവിയുടെ ഔഷധക്കൂട്ടുകൾ മതിയാകാതെ വരും. ന്യൂസ് ഡെസ്ക്, ജയ് ഹിന്ദ് ന്യൂസ്.